ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അതായത് വെള്ളയപ്പം അങ്ങനെയല്ല, ഷേപ്പ് കണ്ടാൽ അങ്ങനെ തോന്നും, പക്ഷെ വെള്ളയപ്പമല്ല. നമ്മളൊരു മുട്ടപ്പത്തിരിയാണ് ഉണ്ടാക്കണത്. അപ്പോൾ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു രീതിയാണ്. നമുക്ക് അരിയൊന്നും അധികം നേരമൊന്നും കുതിർത്തിടണ്ട, കുറച്ച് നേരത്തിനുള്ളിൽ കുതിർത്തിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തോളൂ. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമ്മുടെ ഈ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എത്ര എടുക്കണമെന്ന് വെച്ചാൽ അളവിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് എടുത്ത് നന്നായി കഴുകിയിട്ട് നമ്മൾ നല്ല വെള്ളത്തിൽ കുറച്ച് നേരം കുതിരാൻ വെക്കണം. അധികം നേരമൊന്നും വെക്കണ്ട, മാക്സിമം ഒരു മണിക്കൂറൊക്കെ കുതിരാൻ വെച്ചാൽ മതി. നല്ല വെള്ളത്തിൽ വെച്ചിട്ട് കുതിർത്ത 1 മണിക്കൂർ എടുത്തിട്ടുള്ള പച്ചരിയാണ്. അപ്പോൾ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. പച്ചരിയിലെ വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഈ പച്ചരിയിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഒരു കോഴിമുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഞാനൊരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുള്ളൂ, അപ്പോൾ ഒരു കോഴിമുട്ട എടുത്തിട്ടുള്ളൂ. മുട്ട നിങ്ങൾക്ക് കൂടുതലായിട്ട് ചേർക്കണം എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചേർത്ത് കൊടുക്കാം, അത് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഒരു കൈപ്പിടി തേങ്ങ ചിരകിയത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കരണ്ടി ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ അപ്പം ഉണ്ടാക്കാൻ പൊന്താൻ വേണ്ടി ഈസ്റ്റോ അങ്ങനെ ഒന്നും ഇതൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ മിക്സ് ചെയ്ത ജാറിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് നന്നായി അരച്ചെടുക്കാം കേട്ടോ. ഒറ്റ ട്രിപ്പിൽ അരയ്ക്കാൻ പറ്റിയെങ്കിൽ ഒറ്റ ട്രിപ്പിൽ അരച്ചെടുക്കാം. നമുക്ക് എല്ലാം കൂടിയിട്ട് ഒരു ഗ്ലാസ്സല്ലേ എടുത്തിട്ടുള്ളൂ, ഒറ്റ ട്രിപ്പിൽ അരച്ചെടുക്കാം. കുറച്ച് വെള്ളം അരയ്ക്കാൻ എത്ര ആവശ്യമുള്ള വെള്ളം നമ്മൾ ഒരു കണക്ക് നമ്മൾ നോക്കിയിട്ട് നമ്മളതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. കണ്ട പച്ചരിയുടെ ഒപ്പത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് അരച്ച് വന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു തരിയോട് കൂടിയിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ പാത്രത്തിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇത് പൊങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് അപ്പം തന്നെ ചുട്ടെടുക്കാം കേട്ടോ. എല്ലാം കൂടി നമുക്ക് പാത്രത്തിലേക്ക് ഒഴിക്കാം. കണ്ട ഈ പാകത്തിന് വേണം കേട്ടോ നമ്മുടെ മാവ്. ഇഡ്ഡലി മാവിൻ്റെ പാകമല്ല, ദോശമാവിനേക്കാളും കുറച്ച് ഒരു കട്ടിയിലുള്ള മാവായിരിക്കണം കേട്ടോ. കണ്ട ഈ പാകത്തിന് നമ്മൾ അരച്ചെടുക്കാൻ ശ്രമിക്കണം, വെള്ളം കൂടരുത്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം കേട്ടോ. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കുന്നതിന് മുന്നേ ഒരു തരി ഉപ്പിട്ട് വെക്കാം. ഉപ്പിട്ടതിന് ശേഷം നന്നായി തന്നെ നമ്മൾ കയ്യിലുകൊണ്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. നമ്മൾ അപ്പം ഉണ്ടാക്കുന്നതിന് മുന്നേ ഉപ്പിട്ടാൽ മതി. നമ്മളിതിൽ ബേക്കിംഗ് സോഡയോ മറ്റേ ഈസ്റ്റോ ഒന്നും ഇടണില്ല. അത് കാരണം ഇത് വലിയ പൊന്തുക അങ്ങനെയൊന്നും വരില്ല, ഒരു പത്തിരി ആ ഷേപ്പിലാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്കിത് അരിപ്പൊടി വെച്ചിട്ടും ചെയ്യാം കേട്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉപ്പിട്ടിട്ട് നന്നായി ഇളക്കി വന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു തരിതരിപ്പും നമ്മൾ അരി അരയ്ക്കുമ്പോൾ വേണം കേട്ടോ, അത് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കൊരു ടീസ്പൂൺ അതിന് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ വെള്ളയപ്പം അതേപോലെ തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുത്തിട്ട് മൂടി വയ്ക്കാം കേട്ടോ. അപ്പച്ചട്ടി ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ദോശക്കല്ലുമ്പോൾ നമുക്ക് ഇങ്ങനെ കറക്റ്റ് റൗണ്ടിൽ നമ്മൾ ദോശ പരത്തണ പോലെ പരത്തിയെടുക്കാം കേട്ടോ. ഇത് നോൺ സ്റ്റിക്ക് ആയ കാരണം പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ നമ്മുടെ അപ്പച്ചട്ടി വെച്ചിട്ടുള്ളത്. ഇതിലായാലും നമ്മൾ നന്നായിട്ട് വെള്ളയപ്പം അങ്ങനെ റോൾ ചെയ്തെടുക്കണ പോലെ ഇതേപോലെ അങ്ങോട്ട് പരത്തിയെടുത്താൽ മതി. അപ്പത്തിൻ്റെ പോലെ സെൻറ്റർ അങ്ങനെ ഇതൊന്നും പൊന്തൊന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ അപ്പം സെറ്റായിട്ടുണ്ട്, നമുക്കെടുക്കാം കേട്ടോ.
ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ചുട്ടെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് അപ്പമാണ് കേട്ടോ. ഒരു കാര്യം, ഇതിൽ കുറച്ച് പഞ്ചസാരയും കൂടിയും ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഈ 4 മണിക്ക് കട്ടൻ ചായയോടൊപ്പമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ കഴിക്കണമെങ്കിൽ മധുരം ആഡ് ചെയ്ത് കൊടുക്കണം. മധുരം ആഡ് ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കഴിക്കാൻ ഈ മുട്ടയുടെ ഒരു ടേസ്റ്റും മണമൊക്കെ ഉള്ള കാരണം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ. അപ്പോൾ ദാ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. കണ്ട, നല്ല അടിപൊളി സോഫ്റ്റ് അപ്പമാണ് കേട്ടോ. കണ്ടില്ലേ, സൈഡ് നല്ല മുരുമുരുപ്പും ഉൾഭാഗം നല്ല സോഫ്റ്റും. കണ്ടില്ലേ, അടിപൊളി. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ ഇതിൽ മുട്ട ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല സോഫ്റ്റും. കണ്ട, അരികുവശം ശബ്ദം കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക്, നല്ല മുരുമുരുപ്പിൽ കിട്ടും. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കറിയൊന്നും വേണ്ട, കറി ഇല്ലെങ്കിലും നമുക്കത് വെറുതെ കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.